ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തീ കൊണ്ടാണ് കളി കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ പായസം ഉണ്ടാക്കുകയാണോ എന്ന് വിചാരിക്കണ്ട. നമ്മുടെ ആടുകൾക്കും പിന്നെ മണിക്കുട്ടിക്കും എല്ലാവർക്കും കൂടെ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് ഞാൻ. ഉള്ളത് പറയാലോ, കഞ്ഞിവെള്ളം കുറവാകുമ്പോൾ ഞാൻ ചെയ്യുന്ന പണി ഇതാണ്. ഇത് ഒരു 5 കിലോൻ്റെ ആട്ടപ്പൊടിയാണ്. അപ്പോൾ ഒരു വീട്ടിൽ അവർ ഉപയോഗിക്കാതെ അത് വേസ്റ്റ് ആയതാണ്. അവർ കൊണ്ടു തന്നു. അപ്പോൾ ഇത് ആടുകൾക്കൊക്കെ കലക്കി കൊടുത്തെന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നാണ്. അപ്പോൾ ഞാനത് നേരിട്ട് വെള്ളത്തിൽ കലക്കി കൊടുക്കുകയല്ല ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം അത് കുറച്ച് കഞ്ഞിവെള്ളം ഉള്ളൂ എങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കലക്കിയിട്ട് എല്ലാവർക്കും എത്തിക്കലാണ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ കഞ്ഞിവെള്ളത്തേക്കൊക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും. പിന്നെ ഇനിയും വെള്ളം തികയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാനിത് ഒന്ന് പാകപ്പെടുത്തി എല്ലാവർക്കും എത്തിക്കണം. അപ്പോൾ ആടുകൾക്കൊക്കെ ഇത് വെച്ചെടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കുറച്ച് പിണ്ണാക്കും കൂടി കലർത്തിയിട്ടാണ് ഞാൻ ഇത് കലക്കി വെക്കൽ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇത് കൊണ്ട് കൊടുക്കുകയാണ്. ഇവളെ പിന്നെ ആദ്യം പറമ്പിൽ കൊണ്ട് കെട്ടും. ഇവൾക്കാണ് വിശപ്പ് കുറച്ച് കൂടുതൽ. രാവിലെ ആയി കഴിഞ്ഞാൽ കരച്ചിലോട് കരച്ചിലാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ ഈ ഒരു വട്ടപാത്രത്തിൽ കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ചെടുക്കും. അപ്പോൾ ഈ പാത്രം ഇതിലിങ്ങനെ ഫിറ്റായിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ചെടുക്കുന്നു വേണ്ട, അവരത് കുടിച്ച് കാലിയാക്കിക്കോളും. അങ്ങനെ ഇത് ഞാൻ കൂട്ടിൽ വെച്ചെടുത്തതിന് ശേഷം മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവരിത് പാത്രം കാലിയാക്കിയിട്ടുണ്ടാവും. ഇനി നമ്മളെ മുട്ടനാണ്, നമ്മുടെ ശങ്കരമുട്ടനാണ് കൊടുക്കാനുള്ളത്. അവന് ഇതാണ്ട് കൊണ്ടുവച്ചെടുത്താൽ അവന് പാത്രം കാലിയാക്കും. ഇവനൊരു 5 മാസം പ്രായമുള്ളപ്പോൾ കൊണ്ടുവന്നായിരുന്നു. ഇവൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഒരു പെണ്ണാട്ടുംകുട്ടിയായിരുന്നു. അത് ചത്തുപോയി. ഇപ്പോൾ അവന് 1 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവൻ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ച് വന്ന് ഇവരും പാത്രം കാലിയാക്കിയിട്ടുണ്ട്. ഇനി ഇവർക്ക് കുറച്ച് ഇലയൊക്കെ ഇതിൽ ഉള്ളിൽ വെച്ചെടുത്താൽ അവരതുകൊണ്ട് വയറിറച്ചോളും. ഇവർക്കൊണ്ട് അത്ര വലിയ ശല്യമൊന്നും ഇല്ലാത്ത കാരണം ഞാനിതിപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചിട്ട് അതിലടച്ച് പോവുകയാണ് ചെയ്യാറ്. പൊടിമോളിന്ന് കുറച്ച് കലിപ്പിലാണ്. തലയിൽ എണ്ണിട്ട് കുളിക്കാൻ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് ആൾ. എങ്ങനെയായാലും കുളിയൊക്കെ കഴിഞ്ഞ ആൾ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളെ സ്കൂളിൽ നിന്ന് കലാപരിപാടിയാണ്. സ്കൂളിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഇന്നും നാളെയായിട്ടാണ് സ്കൂളിൽ പരിപാടി ഉള്ളത്. അപ്പോൾ മണിക്കുട്ടിനെ തൽക്കാലം ഞാൻ മുറ്റത്ത് തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. ഇവിടെ റോഡ് പണി ആയത് കാരണം മണിക്കുട്ടിയും കൊണ്ട് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അവൾ ചില വണ്ടിയുടെ ഹോൺ അടിക്കുമ്പോൾ അവൾ ഓടാറാണ് പതിവ്. അത് കാരണം ഞാൻ മണിക്കുട്ടിയെ തൽക്കാലം തെങ്ങി തന്നെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. ഇന്ന് സ്കൂളിൽ പരിപാടി ആയത് കാരണം അത് കാണാൻ വേണ്ടിയിട്ട് മോൾ ഒരുങ്ങുകയാണ്. പിന്നെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ കാരണം അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് പരിപാടി കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവളെ സൈക്കിൾ എടുത്തുകൊണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. പൊടിമോളെ പോലെ തന്നെ വാശിക്കാരിയാണ് മണിക്കുട്ടി. അവളും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. പറമ്പിലേക്ക് കൊണ്ടുപോകാനാണ് ഇത് പറയുന്നത്. ഞാൻ മണിക്കുട്ടിയെ നോക്കി വന്നപ്പോഴേക്കും പൊടിമോള് അവളുടെ സൈക്കിൾ എടുത്തുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് കുട്ടികളെ വണ്ടികൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. അവൾക്ക് അവളുടെ ഫ്രണ്ടിനെയും കൂട്ടി വരണം. അതിനു വേണ്ടിയിട്ട് റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് ആൾ. പിന്നെ അവൾക്ക് ഒന്നിനും പേടില്ല. ഞാൻ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ സൈക്കിൾ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ തിരിച്ച് വിളിക്കാൻ നിന്നില്ല. അവൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശം നടത്തിയിട്ടേ ആൾ വരുള്ളൂ. അപ്പോൾ അവൾ ഒരു അരികെ ചേർന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് പോയി. തിരിച്ചു വരുമ്പോൾ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് വന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ വലിയ പന്തലും സ്റ്റേജൊക്കെ കെട്ടി സ്കൂൾ ഗ്രൗണ്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇരിക്കാൻ വേണ്ട സൗകര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഭക്ഷണം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ സ്കൂളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാരും സ്കൂളും കുട്ടികളും എല്ലാവരും കലോത്സവത്തിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പന്തലിൽ ചെന്നപ്പോൾ അവിടെ ഏട്ടൻ്റെ വൈഫും നമ്മുടെ ആതിഥേയവും അനിയനും എല്ലാവരും എത്തിയിട്ടുണ്ട്.
സ്കൂളിൻ്റെ 100-ാം വാർഷികം വലിയ ആഘോഷമായിട്ട് തന്നെയാണ് നടത്താൻ പോകുന്നതെന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അത്രത്തോളം നാട്ടുകാരും എല്ലാവരും അവിടെ തടിച്ചു കൂടിയിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികൾ ഡ്രസ്സൊക്കെ മാറി സ്റ്റേജിൽ കളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ കുട്ടി അനീൻ്റെ കുസൃതി അത് വേറെയുണ്ട്. അങ്ങനെ കുട്ടികളുടെ ഓരോ കലാപരിപാടികൾ ഓരോന്നോരോന്നായിട്ട് തുടങ്ങുന്നുണ്ട്. രാവിലെ മുതൽ കുട്ടികളുടെ പരിപാടി കാണാൻ വന്നിരിക്കുന്ന കുറച്ച് ആളുകൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഊട്ടുപുരയിലേക്ക് പോവുകയാണ്. അവിടെയും ഭക്ഷണത്തിന് വേണ്ടി ക്യൂ ആണ്. അപ്പം ഞങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ട് കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.